ഹായ് വെൽക്കം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ പറയുന്ന കുറച്ച് സെൻറ്റൻസുകളാണ് കേട്ടോ. സെൻറ്റൻസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. എല്ലാവരും നാളെ വരില്ലേ, എല്ലാവരും നാളെ വരില്ലേ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. എല്ലാവരും നാളെ വരും, പക്ഷേ സജന വരില്ല. നല്ലൊരു സെൻറ്റൻസ് ആണല്ലേ. എല്ലാവരും നാളെ വരും, പക്ഷെ സജന വരില്ല. നെക്സ്റ്റ്, സജനയ്ക്ക് എന്ത് പറ്റി നമുക്കറിയാം. അതുപോലെ സജന ഇന്നലെ കട്ടിലിൽ നിന്ന് വീണു, അതുകൊണ്ട് അവൾ ഹോസ്പിറ്റലിലാണ്. ഇങ്ങനൊരു 3-4 സെൻറ്റൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് സെൻറ്റൻസ് നോക്കാം. എല്ലാവരും നാളെ വരില്ലേ എന്നെങ്ങനെ ചോദിക്കുക? എല്ലാവരും നാളെ വരില്ലേ എന്നുള്ളത് നമ്മൾ ചോദിക്കുന്നത് എന്നാണ്. അപ്പം നമുക്ക് 2 രീതിയിൽ വേണമെങ്കിൽ ഇത് ചോദിക്കാം അല്ലേ. എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവരിവൺ എന്നാണ്. വരില്ലേ എന്നാകുമ്പോൾ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമ്മൾ എങ്ങനെ ചോദിക്കും? ഈസിൻ്റെ എവരിവൺ കമ്മിങ് ടുമോറോ, ഈസിൻ്റെ എവരിവൺ കമ്മിങ് ടുമോറോ. ഇവിടെ നമുക്ക് വേണമെങ്കിൽ വോണ്ട് എവരിവൺ കമ്മിങ് ടുമോറോ എന്ന് പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈസിൻ്റെയും യൂസ് ചെയ്യാം. കാരണം നമ്മൾ ഇന്നാണ് ഒരു തീരുമാനം പറയുന്നത്. നാളെ എല്ലാവരും വരില്ലേ എന്ന് ചോദിക്കുന്നത് ഇന്നാണ്. അപ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ഈസിൻ്റെ എവരിവൺ കമ്മിങ് ടുമോറോ എന്നാണ്. ഇനി ഒരു ഡൗട്ട് വരും, എവ്രിവൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എന്ന് പറയുമ്പോൾ അത് പ്ലൂറലല്ലേ എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ. എവ്രിവൺ എന്നുള്ളത് പ്ലൂറൽ ആണെങ്കിൽ പോലും അവിടെ നമ്മൾ ഓക്സിലറി ആയിട്ട് യൂസ് ചെയ്യുന്നത് സിംഗുലർ ഓക്സിലറികളാണ് കേട്ടോ. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. ഇനി വേണമെങ്കിൽ നമുക്ക് അവിടെ ഇങ്ങനെ പറയാം, ആൻഡ് ദേ ഓൾ കമ്മിങ് ടുമോറോ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവിടെ നമുക്ക് ആൻഡ് യൂസ് ചെയ്യാം. എവ്രിവൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഈസിൻ്റെ തന്നെ യൂസ് ചെയ്യാം. ഈസിൻറ്റ് എവ്രിവൺ കമ്മിങ് ടുമോറോ. അപ്പോൾ എല്ലാവരും നാളെ വരില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഈസിൻറ്റ് എവ്രിവൺ കമ്മിങ് ടുമോറോ, ഈസിൻറ്റ് എവ്രിവൺ കമ്മിങ് ടുമോറോ. ഓക്കെ. നെക്സ്റ്റ്, എല്ലാവരും നാളെ വരും, പക്ഷേ സജന വരില്ല. എല്ലാവരും നാളെ വരും, പക്ഷേ സജന വരില്ല. എവ്രിവൺ ഈസ് കമ്മിങ് ടുമോറോ, എവ്രിവൺ ഈസ് കമ്മിങ് ടുമോറോ. എല്ലാവരും നാളെ വരും, ബട്ട് സജന ഈസിൻറ്റ് കമ്മിങ്, സജന ഈസിൻറ്റ് കമ്മിങ്. സജന നാളെ വരില്ല. ഇനി നമുക്ക് ഇത് ബോണ്ട് യൂസ് ചെയ്തും പറയാം കേട്ടോ. എവ്രിവൺ വിൽ കമ്മിങ് ടുമോറോ എന്ന് പറയാം, ബട്ട് സജന വേർഡ് കം എന്ന് പറയാം അല്ലേ. അപ്പം 2 രീതിയിൽ നമുക്ക് പറയാം. പക്ഷേ നമ്മൾ ഇന്നാണ് പറയുന്നത് നാളത്തെ കാര്യം. എല്ലാവരും നാളെ വരും, പക്ഷേ സജന വരില്ല എന്ന് ഇന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ എന്ത് യൂസ് ചെയ്യാം? ഈസ് യൂസ് ചെയ്യാം. എവ്രിവൺ എന്നായത് കൊണ്ട് തന്നെ അവിടെ പ്ലൂരിലാണല്ലോ എന്ന് ആരും പറയണ്ട. അവിടെ നമ്മൾ ഈസാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. കൺഫ്യൂഷൻ വരരുത്. എവ്രിവൺ ഈസ് കമ്മിങ് ടുമോറോ, എവരിവൺ ഈസ് കമ്മിങ് ടുമോറോ. എല്ലാവരും നാളെ വരും, ബട്ട് സജന isn't coming, സജന isn't coming. പക്ഷേ സജന വരില്ല, പക്ഷേ സജന വരില്ല അല്ലേ. ഇനി ഇത് ബോണ്ട് യൂസ് ചെയ്ത് പറയുകയാണെങ്കിൽ എവ്രിവൺ വിൽ കം ടുമോറോ, എല്ലാവരും നാളെ വരും, ബട്ട് സജന വോണ്ട് കം. ഓക്കെ. അപ്പം അതിനേക്കാൾ നല്ലത് നമുക്ക് ഈസിൻ്റെ യൂസ് ചെയ്ത് പറയുന്നത് തന്നെയാണ്. നെക്സ്റ്റ്, സജനക്ക് എന്തു പറ്റി എന്നെങ്ങനെ ചോദിക്കുക? വാട്ട് happened to സജന? What happened to സജന? സജനക്ക് എന്ത് പറ്റി? സജന ഇന്നലെ കട്ടിലിൽ നിന്ന് വീണു, അതുകൊണ്ട് അവൾ ഹോസ്പിറ്റലിലാണ്. സജന ഇന്നലെ കട്ടിലിൽ നിന്ന് വീണു, അതുകൊണ്ട് അവൾ ഹോസ്പിറ്റലിലാണ്. എങ്ങനെ പറയാം? സജന ഫെൽ ഫ്രം ദ ബെഡ് യെസ്റ്റർഡേ. സജന ഇന്നലെ കട്ടിലിൽ നിന്ന് വീണു, സോ ഷീ ഈസ് ഇൻ ദ ഹോസ്പിറ്റൽ. അതുകൊണ്ട് അവൾ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ സജന ഫെൽ ഫ്രം ദ ബെഡ് യെസ്റ്റർഡേ, so she is in the hospital. അതുകൊണ്ട് അവൾ ഹോസ്പിറ്റലിലാണ്. ഓക്കെ.
അപ്പോൾ ഇന്നൊരു കൊച്ചു ക്ലാസ്സാണ്, 3-4 സെൻറ്റൻസേ ഉള്ളൂ. ഇനി നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരാം, നിങ്ങൾ എല്ലാവരും കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. സജന എന്തുകൊണ്ടാണ് നാളെ വരാത്തത്? സജന എന്തുകൊണ്ടാണ് നാളെ വരാത്തത് എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യാൻ കേട്ടോ. സജന എന്തുകൊണ്ടാണ് നാളെ വരാത്തത്? നാളത്തെ കാര്യമാണ് വരാത്തത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ വീഡിയോസ് കാണുന്ന ആ ഒരു സ്പോട്ടിൽ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തണം കേട്ടോ. ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അതായത് ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ വീഡിയോസ് മറ്റുള്ളവരിലേക്കൊന്ന് പോവുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്കും ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, താങ്ക് യു.